ചേട്ടൻ ഒരു ഗുജറാത്തി പാട്ട് ചേട്ടൻ പാടിയതാണോ അതോ എഴുതിയതാണോ? എന്താണ് ആ ഗുജറാത്തിയുമായി ബന്ധം? അത് എഴുതിയത് ഞാനല്ല, അല്ല, അത് KJ സിംഗ് എന്ന് പറയുന്ന ഒരു പഞ്ചാബിയാണ് എഴുതിയത്. അതിന്റെ സംഗീതം മോഹൻ സിത്താര സാറായിരുന്നു. എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു ജുഗ്നൂർ എന്നുള്ള പാട്ട്, കാഴ്ച എന്നുള്ള സിനിമയിലെ പാട്ട്. അതായിരുന്നു എൻ്റെ കരിയർ മാറിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതിപ്പോ ചോദിക്കാൻ കാരണം അത് പാട്ട് നമുക്ക് കേൾക്കണം. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ കാരണോ? എന്ത് നല്ല പാട്ട്, എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന പാട്ട്, എല്ലാവരുടെ മനസ്സിലുള്ള ഒരു പാട്ടാണ്. പിന്നെ മമ്മൂക്കയുടെ സിനിമയിൽ അതിനു വേണ്ടി പാടി നല്ല സിനിമയായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു. മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറിയത് മമ്മൂക്കയുടെ സിനിമയാണ്. ബ്ലസ്സി സാറിന്റെ ആദ്യത്തെ സിനിമ, നൗഷാദ് ഖയുടെ ആദ്യത്തെ സിനിമ. ഈ ഇടയ്ക്ക് നമ്മെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരുപാട് ആളുകളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ പടം. അതിലെനിക്കൊരു പാട്ട് പാടാൻ പറ്റി. അതിലൂടെ നമ്മൾ വിമാളി കിടന്നിട്ട് നേരെ ഇവിടെ മലയാള സിനിമയിൽ സജീവമാകുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ പാടാൻ എനിക്ക് അവസരങ്ങൾ വരുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു. നമുക്ക് പ്രചണ്ഡനം വരെ എത്തി നിൽക്കുകയാണ്. കണ്ണിൽ പ്രചണ്ഡനം. ആ പാട്ട് നമുക്ക് കാഴ്ചയില്ല, ആ പാട്ടൊന്ന് തീർച്ചയായിട്ടും. ഈ രഞ്ജന ചേച്ചിയുടെ അഭിനയത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഞാൻ രഞ്ജിനി അഭിനയിച്ച ഒരു സിനിമയിൽ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. അത് മോഹൻ സാറിന്റെ മകനാണ് മ്യൂസിക് ചെയ്തത്, വിഷ്ണു സിത്താര. ബഷീറിന്റെ പ്രേമലേഖനം. TV കണ്ട കിണ്ണ, നമ്മുടെ ഉസ്മാനി കയച്ചു തന്ന TV കണ്ട കിണ്ണ. കളറില്ലേലും സൂപ്പറാണല്ലോ ഉസ്മാനി കയച്ചു തന്ന TV കണ്ട കിണ്ണ. കളറില്ലേലും സൂപ്പറാണല്ലോ നാട്ടാർക്ക് സ്വന്തം TV. ഇത് ഇവള് സിനിമയിൽ ഞാൻ പാടി. ഈ കുട്ടിയുടെ അഭിനയത്തെ കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? 10ൽ എത്ര മാർക്ക് കൊടുക്കാം? 10ൽ ഞാൻ ഒരു 9 മാർക്ക് കൊടുക്കും. അയ്യോ, എനിക്ക് യാതൊരു അഭിപ്രായം എന്നെ പറ്റി ഇല്ലേലും ബാക്കിയുള്ളവർക്കുള്ളത്, എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ പറ്റി 9 തരാൻ തോന്നുന്നു. അത് സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്, അഭിനയത്തിന്റെ കാര്യത്തിലല്ല. നമ്മളെ ഈ കാറൊക്കെ സർവീസ് ചെയ്ത് ഇറക്കിട്ടെ വീട്ടിൽ വന്നതിന് ശേഷം അവർ വിളിക്കും, സാർ 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാം? നിങ്ങൾ 10ൽ 10 എടുത്തോളൂ. ഞാൻ എപ്പോഴും 10ൽ 10 കൊടുക്കാറുണ്ട്. കാരണം അറിയാമോ, അടുത്ത പ്രാവശ്യം സർവീസിന് കൊണ്ടുപോകുമ്പോഴും അവൻ നല്ലപോലെ സർവീസ് തരണം. അതുകൊണ്ട് ഇവിടെ അത് പറയുന്നത് അല്ല, കാണുന്നവർക്ക് മനസ്സിലായി. വരയും വാട്ടയും ദേഷ്യം വന്ന്